ഞാൻ വീഡിയോയില് നീ അറിഞ്ഞില്ലേ? സീരിയസ്ലി ചേച്ചി 3 മാസമായി. ഉഗ്ര തീരുമാനമായി പോയി. ഓക്കേ. കാരണം ഒരു മരുന്ന് കേൾക്കണില്ല. അതിപ്പോ എന്റെ കുറ്റമാണോ? അല്ല, എന്റെ കുറ്റം തന്നെയാണ്. ശിഷ്യനാണോ? ഏയ്, ഇവരൊക്കെ ആശാന്മാരായി ഇപ്പൊ. കഴിഞ്ഞ ആഴ്ച പ്രൊമോഷൻ കിട്ടിയവന്. സലീം കുമാർ മാരീഡ്. ഇല്ലില്ല. സലീം ഏട്ടൻ എന്ന് പറയുമ്പോ മനസ്സിൽ വരുന്ന കാര്യം ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായുള്ള ഞാൻ പറയും ബഹുമുഖ പ്രതിഭേനെ അതാണ്. എങ്ങനെ വിശേഷിപ്പിക്കും? ഇവനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ കൃതാർത്ഥനായി. ഈ സലീം കുമാർ ആൻഡ് അക്ഷയ് കുമാർ റിലേറ്റഡ്. അക്ഷയ് കുമാറിന്റെ പടം കാണാറും കൂടി ഇല്ല. ഞാൻ ഹിന്ദി സിനിമയിൽ അപൂർവ ആൾക്കാരെ അറിയുള്ളൂ. ആരൊക്കെ അറിയാം? അമിതാഭ് ബച്ചൻ, ഏത് പാതിരാത്രി എനിക്കറിയാം. ഷാരൂഖ് ഖാൻ, കഴിഞ്ഞു കച്ചവടം. ആരെങ്കിലും പറഞ്ഞ കേക്കോ സലീമേട്ടൻ? ചേച്ചിയോ? ഞാൻ പറഞ്ഞു കേൾക്കണില്ല. പിന്നെയാ അതാണ്. സലീം കുമാർ ആൻഡ് ദിലീപ് ആർ ഫ്രണ്ട്സ് ഓർ എനിമീസ്? ലാബി കൊടുത്ത് പരിശോധിക്കുന്ന കേസാണത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. പക്ഷെ റാപ്പിഡ് ഫയർ റൗണ്ടിന് മുമ്പ് ഒരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, ആരാത്? കേറി വായോ. ആരാത്? സലീമേട്ടനോട് ഇരുന്നാ മതി. ആരാ നമുക്ക് നോക്കാം. ഹലോ ചക്കരേ. ശിഷ്യനാണോ? ഏയ്, ഇവരൊക്കെ ആശാന്മാരായി ഇപ്പൊ. കഴിഞ്ഞ ആഴ്ച പ്രൊമോഷൻ കിട്ടിയവന്. ബിബിൻ ജോർജിന് ഒരു വലിയ കൈയടി കൊടുക്കാം. മലയാള സിനിമയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബിബിൻ. ഒന്നുമല്ല, പറ. സലീം ഏട്ടൻ എന്ന് പറയുമ്പോ മനസ്സിൽ വരുന്ന കാര്യം ആദ്യത്തെ ഡയലോഗ് പറയാ. ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായുള്ള സലീം ഏട്ടൻ ആ ഒരു മോഡുലേഷനിലല്ല പക്ഷെ ഇപ്പൊ സംസാരിക്കുന്നേ. ആ മോഡുലേഷനിലേ അല്ല, മറ്റേ ഇതുപോലെ അല്ല. അല്ല, ഇതേപോലെയുള്ള, കാരണം ഞാൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ച മനുഷ്യനാണ്. ആണോ? എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളുള്ള ഒരു കാര്യമുള്ള എന്ന് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ച ആളുടെ മുമ്പിൽ തന്നെ സ്ക്രിപ്റ്റ് പറയാൻ പറ്റുക. അതായത് കട്ടപ്പന ഋത്തിക് റോഷനിലൊക്കെ ഡയലോഗുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ എന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തതാണ്. എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നെ. ആണ്. ആ വീഡിയോ ഒന്ന് കണ്ടാലോ നമുക്ക്? പെട്ടെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബ്രിഡ്ജ് ആക്ടറാ. കണ്ടു നോക്കാം. സഹോദര പ്ലീസ് ദയവായി വണ്ടിയിലേക്കൊന്ന് കയറിയാലും താങ്കളെ പോണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. വേണ്ടേട്ടാ, ഞാൻ നടന്നോളാം. അയ്യോ, അങ്ങനെ പറയരുതേ. ദൈവം ഈ സൗകര്യങ്ങളൊക്കെ എനിക്ക് തന്നത് താങ്കളെപ്പോഴും സഹായിക്കാനാണല്ലോ. പ്ലീസ് കയറൂ. പ്ലീസ്. വേണ്ടായിരുന്നു. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഈ ഉച്ചവരെ കൊണ്ട് എങ്ങോട്ടാ? ആശുപത്രി വരെ. ഞാൻ ചെയ്ത ഈ പുണ്യപ്രവർത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ? ചേട്ടാ, വണ്ടി നിർത്തി. വണ്ടി വിടും ബോസ്. വേഗം നമ്മളെ പോലീസ് പിടിക്കും ബോസ്. ബോസ് സലീമേട്ടാ, ഇതിൽ 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഞാൻ തന്നെയാണ് സലീമേട്ടൻ ഡബ് ചെയ്ത്, അതായത് സ്പോട്ട് ഡബ് ചെയ്തത് ഞാൻ തന്നെയാണ് എനിക്കും ചെയ്തത്. എന്നാ പറയും ബഹുമുഖ പ്രതിഭേനെ എങ്ങനെ വിശേഷിപ്പിക്കും? ഇവനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അല്ല, എനിക്ക് മറ്റേത് കൃതാർത്ഥനായി ഞാൻ ആ മോഡുലേഷൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമോ സലീമേട്ട? എനിക്കത് പറ്റില്ല അല്ലേ? റീക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഇത് ഫുള്ള് എന്ത് പറ്റി? അല്ല, അത് എല്ലാരും ഇങ്ങനെ ചോദിക്കായിരുന്നു. സലീമേട്ടൻ അത് പറയോ? അല്ല, ഞങ്ങള് ഫുള്ള് ഇത് സ്ക്രിപ്റ്റ് പറഞ്ഞ് ഞങ്ങളുടെ ഈ സലീമേട്ടന്റെ ടോണിലാണല്ലോ ഞങ്ങള് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ സലീമേട്ടൻ എല്ലാം കഴിഞ്ഞിട്ട് എന്നോടും വിഷ്ണുവിനോടും ചെറിയ ചേഞ്ചൊക്കെ ഞാൻ വരുത്തിക്കോട്ടെ. അല്ല, ഇപ്പൊ വീഡിയോയിൽ ഞങ്ങൾ കണ്ടു വിപിൻ സലീമേട്ടൻ ഇവിടെ തൊട്ടടുത്തിരിക്കുന്നോണ്ടാണ് സലീമേട്ടന്റെ മുഖത്ത് നോക്കി ആ ഒരു പീസ് പറയാൻ പറ്റുമോ? പറ്റുന്ന പോലെ. അല്ല, ആ ഒരു കൃതാർത്ഥനായി ഞാൻ
ദൈവമേ ഞാൻ കൃതാർത്ഥനായി. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പറയണത്. പക്ഷെ സലീമേട്ടൻ നേരിട്ട് സംസാരിക്കുമ്പോ ഒരിക്കലും അങ്ങനെയല്ല, വേറൊരു ടോണാണ്. ഒരിക്കലും അല്ല. നേരിട്ട് സംസാരിക്കുമ്പോ തമാശകൾ തന്നെ കുറവാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ. അല്ലേ സലീമേട്ട? ഞങ്ങള് താത്വികമായിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ആണ്. എന്നാലും ഈ കണ്ണിലാണ് സലീമേട്ടന്റെ ഭാവങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത്. ഈ കണ്ണിലാണ് എല്ലാ ഭാവം കണ്ണ് തുറന്നിട്ട് പോകും. അല്ല, ഈ കണ്ണിലാണ് സ്ത്രീകളെ ഇത്ര അട്രാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ ബിബിൻ? അങ്ങനൊന്നുമില്ല. അത് ഓരോ എൻ്റെ ഈ കണ്ണാണ് എൻ്റെ ഈ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ടുന്ന ഒരു സംഭവം. മത്തക്കണ്ണെന്ന് പറയുക ഞാൻ. ഇത്രയുള്ള ശരീരത്തിൽ വലിയ ഇത്രയുള്ള കണ്ണും വെച്ചിട്ട് അത് പിൽക്കാലത്ത് നന്നായി. എന്നുവെച്ചാൽ നല്ല സമയം വന്നപ്പോൾ എന്ത് സാധനം നന്നാവും, അത്രേ ഉള്ളൂ. അല്ല, മകനും ഇതേ കണ്ണുണ്ട് കേട്ടോ. മകനും ഇതേ കണ്ണുണ്ട്. ചന്തുവിനോട് ഞാൻ പറഞ്ഞു. അതല്ല ബിബിൻ, ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു നമ്മുടെ വാട്സാപ്പിലൊക്കെ നമ്മൾ അയക്കുന്ന ഇമോജീസ് മൊത്തം സലീമേട്ടൻ്റെയാണ്. ഏറ്റവും കൂടുതൽ ട്രോളിൽ ഉപയോഗിക്കുന്നതും എല്ലാ കാര്യങ്ങളും അതെ. ഭാവങ്ങള് ഓയ്യോ എന്തോരെ. അതെ, ആർട്ടിസ്റ്റിനെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും വലുതാണ് കണ്ണ്. പാർവതി എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, ജലമേണ്ട വൈഫ്. അവരുടെ കണ്ണ് മാത്രമാണ് അവരുടെ അല്ലേ ഒരു പ്ലസ് പോയിന്റ്. കണ്ണാണ് അവരുടെ. ചേച്ചി വരും കേട്ടോ ചിലപ്പോ. ചേച്ചിയൊക്കെ വരുന്നുണ്ട്. ചേച്ചി വൈഫൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇവിടെ വരുന്നില്ല അവള്. വരത്തില്ലേ? അല്ല, സലീമേട്ടനെ പറ്റിയിട്ട് ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് നടൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ ആളെ പറ്റി എന്ത് പറയാനും അധികം കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ സലീമേട്ടനെ പറ്റി ഞാൻ കണ്ടേക്കണ ഒരു വലിയൊരു പഠിച്ചേക്കുന്ന ഒരു കാര്യവും ഒരു എന്താ പറയുക, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പുവട്ടം കഴിഞ്ഞാൽ ഏറ്റവും ലൗഡറായിട്ട് തമാശ ചെയ്തിട്ട് ജനങ്ങൾ സ്വീകരിച്ച ഏക നടൻ സലീമേട്ടൻ. ലൗഡിൽ. കാരണം എത്ര ഓവർ ആക്കാൻ പറ്റും, എത്ര സെർട്ടിലും ചെയ്യാൻ പറ്റും, അത് രണ്ടും കൂടി ചെയ്യുന്ന നടനാണ് സലീമേട്ടൻ. എന്നാൽ ഏതെങ്കിലും ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ ഈ അപ്പാർട്ട് ഫ്രം സിനിമ അല്ലാതെ സലീമേട്ടന്റെ കൗണ്ടർ കേട്ട്? ഇപ്പൊ ടിനിച്ചേട്ടനൊക്കെ വരുമ്പോ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ ഇരിക്കുമ്പോ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് താത്വികമായിട്ടൊക്കെ അല്ല, പറയുന്നത്. എന്നോട് ഇടയ്ക്ക് അതായത് എന്താണെന്ന് അറിയാൻ പാടില്ല, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട അന്നു മുതൽ എനിക്ക് തോന്നുന്നു സലീമേട്ട നമ്മൾ മാസത്തിൽ 2 തവണയെങ്കിലും വിളിക്കാറുണ്ട്. സലീമേട്ടൻ എന്നെ ഓർത്ത് വിളിക്കും, ഞാനും വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പം യമണ്ടൻ്റെ ഒക്കെ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വന്ന് സലീമേട്ടനെ ഷോട്ടിന് വിളിക്കും. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ഓടിച്ചോളൂ അസിസ്റ്റന്റ് ഡയറക്ടറിനെ. അപ്പോൾ അവർ വന്നിട്ട് ചേട്ടാ വന്നില്ല കേട്ടോ ഒന്ന് എന്ന് വിളിക്കുന്ന വരുമ്പോൾ എന്നെ കാണുമ്പോൾ എന്താണോ ഒന്ന് വരാമെന്ന് പറഞ്ഞ് കിണിങ്ങിക്കൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു സ്നേഹം പണ്ട് തുടങ്ങി സലീമേട്ടനുണ്ട്. എന്താണ് ശരിക്കും സലീമേട്ടൻ? അത് അങ്ങനെ അത് ജന്മം കൊണ്ട് കായ്പോണാണ്. അങ്ങനെ അത് ഓരോരോ ചില ആളുകളോടുള്ള അല്ലേ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നടക്കുന്നതല്ല അത്. അപ്പൊ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ നോട്ട് കെട്ടുകളൊന്നും കിട്ടാൻ പോണില്ല. അതെന്തോ ആക്കി പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ നാദിർഷ ഉണ്ട്, നാദിർഷ അനിയനുണ്ട് സമത്. ഈ സമതിനെ എപ്പോഴും വിളിക്കുക, നാദിർഷനെ വിളിക്കാറില്ല ഞാൻ. വിളിക്കാറുണ്ട്, എനിക്കറിയാം, പറയാറുണ്ട്. ഞാൻ വിളിക്കാറുണ്ട്, നാദിർഷനെ ഞാൻ വിളിക്കാറില്ല. എല്ലാ അത്യാവശ്യത്തിന് വിളിച്ച് തമാശയൊക്കെ പറയാൻ വിളിക്കണം ഞാൻ സമതിനെ വിളിക്കണം. അതെ അതെ, നമ്മള് ബുദ്ധിപരമായ തർക്കങ്ങൾ, ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? കാരണം ഈ സ്ക്രിപ്റ്റിൽ ഇരിക്കുന്നവരാണല്ലോ എപ്പോഴെങ്കിലും. ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. സലീമേട്ടൻ ഒരു സജഷൻ പറയുന്നുണ്ടെങ്കിൽ അത് യുക്തിപരമായിരിക്കും, ഔചിത്യപരമായിരിക്കും. ഒരിക്കലും ലൂസ് ടോക്ക് ഉണ്ടാവാറില്ല, ലൂസായിട്ടുള്ള ഒരു സജഷൻ പറയാറില്ല. അത് സത്യമാണ്. ഞാൻ വെറുതെ നമ്മുടെ സിനിമയിൽ നമ്മ പറയുന്നത് കാര്യമായിരിക്കണം. കാരണം നമ്മളിപ്പോ ഫ്രഷ് ആയിട്ടൊക്കെ ചെന്ന് കയറിക്കൊണ്ട് ഇതെല്ലാം കൂടി എടുത്ത് നിൽക്കാന്ന് കയറുന്നത്. കാരണം ഇവരെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റാണ്, അറിയാം. അപ്പൊ അവര് പറയുന്ന എനിക്കുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ വിവരക്കേട് പറയാതിരിക്കാന്നുള്ള ഏറ്റവും വലുത്. വിവരം പറയുന്നതിനൊക്കെ നല്ല വിവരക്കേട് പറയാതിരുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് കയറ്റി വെക്കാനുള്ള അതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സലീമേണ്ട ഒരു പീസ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ നന്നായിട്ട് ഇവിടെ ഇത് നന്നാവണ്ട, ഇത് നന്നായിട്ട് ഈ ലോകം നന്നാവണ്ട, ഈ പാകിസ്ഥാൻ അത് മര്യാദക്ക് പറഞ്ഞു ഞാൻ. മനസ്സിലായി. ഇപ്പൊ എന്തായാലും ബിബിൻ ഇരിക്കുന്നോണ്ടൊരു സുഹൃത്തിനെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് വീഡിയോ കോളിൽ കൊണ്ടുവരാൻ പോവാണ്. സലീമേണ്ട ഒരു ചോദ്യം ചോദിക്കാനും ഉണ്ട് ആൾക്ക്. ഓക്കെ, വരട്ടെ ബിബിന്റെ. ഞാൻ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും അതിൽ ഭൂരിഭാഗം സിനിമകളിലും സലീമേട്ടന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ ആദ്യ സിനിമയായ എൻ്റെ വീട് അപ്പൂൻ്റെ മുതൽ, രാപ്പകൽ, മായാവി, ഇതിലൊക്കെ ഒരു തഗ് പാർട്ട്ണറായിട്ട് ചെറിയ ചെറിയ സീനുകളിൽ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് എഴുതിയ തിരക്കഥ അമർ അക്ബർ അന്തോണിയിൽ സലീമേട്ടനെ വെച്ചിട്ടാണ് ഞങ്ങൾ അതിലൊരു ഹ്യൂമർ ട്രാക്ക് എഴുതിയിരുന്നത്. പക്ഷേ അന്നത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് സലീമേട്ടനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ സ്വിച്ച് ഓണൊക്കെ ചെയ്തു തന്നത് സലീമേട്ടനായിരുന്നു. അതിനുശേഷം കട്ടപ്പനയിലെ ഋതിക് റോഷൻ, യമണ്ടൻ പ്രേമകഥ, എന്തിന് ഈ അടുത്ത് ഇടിയൻ ചന്തൂല് വരെ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി.
സലീമേട്ടൻ ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടറാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, സലീമേട്ടൻ്റെ എഴുത്തുകാരനെ അധികം ആരും അങ്ങോട്ട് ശ്രദ്ധിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സലീമേട്ടൻ എഴുതിയ തിരക്കഥ എന്ന് പറയുന്നത് കറുത്ത ജൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ആയിരുന്നു. സലീമേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ തിരക്കഥയാണ്. അപ്പോൾ ഇനി ഒരു തിരക്കഥ സലീമേട്ടൻ്റെ അടുത്ത് തന്നെ എഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പഴയ തഗ് പാർട്ട്ണറായ എന്നെ അതിൽ ഉൾപ്പെടുത്തുമോ എന്നൊക്കെയാണ് എനിക്കറിയേണ്ടത്. ഇവൻ പട്ടിണി കിട്ടി കൊല്ലാനുള്ള പരിപാടി തന്നെ. പറയട്ടെ, ഇനി സ്ക്രിപ്റ്റിൽ എന്നാണ് ഇരിക്കുന്നതെന്നാണ് വിഷ്ണു നല്ലൊരു സബ്ജക്റ്റ് വരെയാണെങ്കിൽ ഞാൻ ഇരിക്കും. നല്ലൊരു ത്രെഡ് വരെയാണെങ്കിൽ, നല്ലൊരു ആശയം വരെയാണെങ്കിൽ ചെയ്യണം. ആണ്. എന്നാ ഈ രണ്ട് പയ്യന്മാരെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അവരെ വിഷ്ണു and ബിബിൻ. വിഷ്ണുവിനെ വിടുക. ബിബിൻ എന്ന് വെച്ചാൽ വിഷ്ണുവിനെ വളരെ ചെറുപ്പം, അവൻ്റെ ചെറുപ്പം, എൻ്റെ ചെറുപ്പമൊന്നുമില്ല, അവൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഏതാണ് മായാവില്ലടാ പടം. അല്ല, എൻ്റെ വീടപ്പൂൻ്റെയും ഫസ്റ്റ് എൻ്റെ അത് തന്നെ ആ ജയിലിൽ കിടക്കണത് മായാവിലാണ്. ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് ഒരു തന്നെ ഇറങ്ങി പാടാ പോടാ തരത്തിപ്പോയി കളിക്കടപ്പ. തരത്തിപ്പോയി കളിക്കണം. ഞാൻ തിരിച്ചു പോയത് ഇവന്റെ ഈ പ്രസന്റേഷൻ കണ്ടിട്ട്. അത് കഴിഞ്ഞ് രാപ്പകലിൽ അവൻ രാപ്പകലിലൊക്കെ ഒരു ഓക്കെ അവൻ ആ വേഷം ചെയ്യുന്ന പോലെ. ഈ മായാവി ഞാൻ ഇപ്പോഴും കണ്ടിരിക്കും ഞാൻ ഇവന്റെ പെർഫോമൻസ്. പിന്നെ എൻ്റെ വീട് അപ്പൂവിൻ്റെയും മുങ്ങാച്ചേട്ടനൊക്കെ പറഞ്ഞ എൻ്റെ പുറകെ കിടക്കണ പയ്യനായിട്ട്. പിന്നെ വിപിൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ പ്രചോദനമാണ്, ഒരുപാട് പേർക്കൊരു പ്രചോദനമാണ് അവൻ്റെ ഈ വളർച്ച എന്ന് വെച്ചാൽ. ഒരുപാട് പേർക്ക് അത് ഇനിയും ആണ് ഉയരങ്ങളിലേക്ക് തന്നെ വരുള്ളൂ. അത് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടാവും അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊന്ന് സലീമേട്ടൻ വീഡിയോ കോളിലേക്ക് ഒന്ന് നോക്കാവോ? ഓ, നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പോയി തരത്തി പോയി ഭയങ്കര ടൈമിങ്, ഭയങ്കര അസാധ്യ പ്രകടനം. ഇതുപോലെ ഞാൻ പറഞ്ഞത് സെറ്റിൽ ഇങ്ങനെ ചിരിച്ചു പോയ ഏതെങ്കിലും പെർഫോമൻസ് ഉണ്ടോ സലീമേട്ട? കാരണം ഒരുപാടുണ്ട്. ഒരെണ്ണം പറയാനായിട്ട് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറയാ എന്തായാലും ഒരുപാടുണ്ട്. ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം ഞാൻ ഇത് ഓർത്തത്. എന്നാലും ഇന്നസെന്റ് സാറുമായിട്ടോ ഒരുപാട് ഇൻസിഡന്റിനെക്കാട്ട് ഒരുപാടുണ്ടെന്നേ. ഇൻസിഡന്റിനെക്കാട്ട് ഒരുപാട്. ഈ ഏറ്റവും കൂടുതലേ നമ്മൾ എഴുതുന്ന സമയത്ത് ഗുണം കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സലീമേട്ടൻ സത്യം പറയാലോ, ഒരു ക്യാരക്ടർ ഇപ്പൊ സലീമേട്ടനെ കണ്ടിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്കത് റെൻഡർ ചെയ്യാൻ പറ്റും. അത് എവിടെയാണോ കുറിക്ക് കൊള്ളേണ്ടത് അത് കൊള്ളുകയും ചെയ്യും. അതൊരു വലിയ അല്ല, അതങ്ങനെയാണ്. എന്നാലും വിപിൻ, ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ആരാധകനുണ്ട് സലീമേട്ടനോട്. ഈ കോമിക് റോൾസ് അത്രയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ഏറ്റവും വേഴ്സറ്റൈൽ കൊമേഡിയൻ കൂടിയാണ്. ഏറ്റവും വിപിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുറേ ഉണ്ടെന്നറിയാം, എന്നാലും ഒരെണ്ണം പറയാൻ പറഞ്ഞ ഏതെടുത്ത് പറയും? എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത് മായാവിയിലെ സ്രാങ്ക് തന്നെയാണ്. അതായത് നമ്മൾക്ക് ബഹുമാനം, അതായത് നമ്മൾ തിയേറ്ററിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പൊളിക്കുകയാണല്ലോ എന്ന് പറയില്ലേ, നിന്ന് പൊളിച്ചിട്ട് എന്താ പരിപാടി എന്ന് തോന്നുന്ന പ്രകടനം അതാണ്. പിന്നെ ചെറിയ സീനാണെങ്കിലും നരനില്ലേ, നരൻ എന്ന് പറഞ്ഞ സിനിമയില് എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് മറ്റേ വഞ്ചിയിൽ തിരിച്ചു പോവാണ്. അതായത് ലാലേട്ടനെ തല്ലാനുള്ള കൊട്ടേഷൻ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ഇവർ തല്ലി നടപടി ആവാണ്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ചേട്ടനൊരു പേടിയുണ്ട് വഞ്ചി മുങ്ങുമെന്ന്. അപ്പൊ പൈസ തന്നെയുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞേ ചില്ലറയാണെങ്കിൽ നല്ല, അത് ചില്ലറയാണെങ്കിൽ നല്ലതാണ് ഉദ്ദേശിച്ചത്, നോട്ടാണെങ്കിൽ നനഞ്ഞു പോവല്ലോ. അതാണ് കുഞ്ഞു സാധന, പക്ഷെ അത് എന്ത് രസമുള്ള. ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ നേടി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സലീം. എന്നോട് ഈ മൊമെന്റിൽ ബിബിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞ എന്ത് റിക്വസ്റ്റ് ചെയ്യും? വീണ്ടും വളരെ ശക്തമായിട്ട് തിരിച്ച് സിനിമയിൽ സജീവമായിട്ട് വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ളത് തന്നെ. കാരണം ഞങ്ങൾക്ക് എന്തൊരു എളുപ്പമാണെന്നോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എപ്പോഴും സലീമേട്ടനോട് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാണ്. പിന്നെ ലോകത്ത് എനിക്ക് തോന്നുന്നു സലീമേട്ടൻ ദൈവം പറഞ്ഞാലും കേൾക്കാത്ത ആളാണ് സലീമേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാവർക്കും അറിയാം അല്ലേ സലീമേട്ടൻ? അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ കേക്കോ സലീമേട്ടൻ? ചേച്ചിയോ? ഞാൻ പറഞ്ഞു അതാണ് ഓക്കെ, അതാണ് എനിക്ക് ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കാൻ ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് അസുഖം പിടിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇഷ്ടമല്ല. എന്തോന്നേട്ടാ
അസുഖം പിടിച്ചെടുക്കാരോ? ആ എനിക്ക് താല്പര്യമില്ല അസുഖം പിടിച്ച് കിടക്കാനൊന്നും. ആ അതാണ് ചെയ്തുകൊണ്ടിരിക്കണത്. മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് ഈ അസുഖം പിടിച്ച് വീട്ടിലിരിക്കാനൊന്നും ഒരു താല്പര്യമില്ല. താല്പര്യമില്ല. സിനിമ അഭിനയിക്കാൻ തന്നെയാണ്. അതെ അതെ. പക്ഷെ ചെയ്തോണ്ടിരിക്കണ മറ്റതാണ്. ഏത് അസുഖം പിടിച്ച് കിടക്കല്. അല്ല, എല്ലാ കള്ളുകൂടി ഇതൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. ആ നോ കള്ളുകൂടി. ഞാൻ വീഡിയോയില് നീ അറിഞ്ഞില്ലേ? സീരിയസ്ലി ചേച്ചി? 3 മാസമായി. ജാനുവരി 1 അയ്യോ, അതൊരു കയ്യടി കൊടുക്കണം കേട്ടോ അത്. ആ കാരണം തുടക്കത്തിൽ നമ്മൾ ഭയങ്കര സ്നേഹത്തിൽ പറയുവേ കയറി. അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ മുഖം മാറണമെന്ന് നമ്മൾ നിർത്തും. അപ്പൊ എനിക്കറിയാം ചേച്ചി പറഞ്ഞിട്ട് നടക്കണില്ല, മക്കള് പറഞ്ഞിട്ട് നടക്കണില്ല, ദൈവം അങ്ങനെ ദൈവം പറഞ്ഞ ഒട്ടും കേൾക്കൂല. അപ്പൊ ആ മനുഷ്യൻ സത്യം നിർത്തിയോ ആണല്ലേ? അത് കലക്കിയിട്ടാ ഉഗ്ര തീരുമാനമായി പോയി. ഓക്കെ. കാരണം ഒരു മരുന്ന് കേൾക്കണില്ല. അതിപ്പോ എന്റെ കുറ്റമാണോ? അല്ല, എന്റെ കുറ്റം തന്നെയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേറെ മറ്റ് ഇതിനൊന്നും കുഴപ്പമില്ലാത്തതിന്. കുഴപ്പമുള്ള ഒരുപാട് സാധനമുണ്ട്, അതങ്ങനെ പോകുന്നുണ്ട്. വേറെ പുതിയ സാധനങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആകെ കണ്ടിട്ട് ഇതും കൊണ്ട് നിർത്തി നോക്കിയാല് അങ്ങനെ ഇത് നിർത്തിയപ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ല, നല്ല ഇപ്പൊ കാര്യം മിടുക്കരായി. സലീമേട്ടാ, നല്ല വാർത്ത. അന്ന് കഴിഞ്ഞോണം കണ്ടതിനേക്കാളും മിടുക്കരായി സലീമേട്ടൻ. അത് ഗംഭീര തീരുമാനമായി പോയി. സൂപ്പർ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭയങ്കരമായിട്ടൊരു പ്രിയ ഫാമിലി മെമ്പർ തന്നെയാണ് ബിബിൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇതുപോലെ സലീമേട്ടൻ ആയെന്ന് പറഞ്ഞാൽ ബിബിൻ ഓടി വന്നു. ആ അങ്ങനെ എത്ര ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു, ഓടി വന്നു. അല്ല, ഇവരൊക്കെ അല്ലാതെ വേറെ ആരാണ് നമുക്കുള്ളത്? ആണ് ഇവരൊക്കെ വിശ്വസിച്ചല്ലേ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണ്. അവരൊരു കൈ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് കൈ തന്നെ എന്തിനാണ് അല്ലേ? സലീമേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇപ്പോഴും ഞങ്ങൾ എഴുതി വെച്ചേക്കുന്ന, ഞാൻ സലീമേട്ടനോട് പറഞ്ഞ ഞങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഒരു വലിയ സ്ക്രിപ്റ്റ് വരാനുണ്ട്. ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം സലീമേട്ടൻ തന്നെയാണ്. എട്ടപ്പെട്ടും ബിജു, അതും കൂടി പറഞ്ഞേക്കാം ക്യാരക്ടറിന്റെ പേര്. സൂപ്പർ. അപ്പൊ എന്തായാലും ഒരു സെൽഫി, ഒരു പിക്ചർ എടുത്ത് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, നമ്മുടെ തിരക്കഥാകൃത്ത് എല്ലാമായ ബിബിനും സലീമേട്ടനും കൂടി. സലീമേട്ടൻ ഇരുന്നാലും മതി. ബിബിൻ, we'll take a selfie. Ready? വൗ, സൂപ്പർ സുന്ദരൻ. സലീമേട്ടൻ ആയോണ്ടാണ് ഞങ്ങൾ ഇത് വെച്ചേക്കുന്നത്. ബിബിനെ, ബിബിന്റെ ഒരു പ്രസൻസിലാണ് ഇത് ചെയ്യുന്നത്. ബിബിനും കൂടെ ഇവിടെ ഇരിക്കും. സലീമേട്ട, ഇതിന്റെ പേര് ഗൂഗിൾ ഓട്ടോ കംപ്ലീറ്റ് എന്നാണ്. ഓക്കെ, ഗൂഗിൾ അറിയാലോ ഇപ്പൊ നമ്മള്. ഗൂഗിൾ ഓട്ടോ കംപ്ലീറ്റ്. അപ്പോ സലീമേട്ടനെ പറ്റി ഈ ലോകത്തുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവർ തെരഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ പാത്തു വെച്ചേക്കുന്നത്. അത് നമ്മൾ ഇന്ന് പൊട്ടിക്കാൻ പോവാ. മനസ്സിലായോ? അതായത് സലീം കുമാർ എന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞിരിക്കുന്നത് എന്താണ്? എന്ത് വേണോ ആവാം, ലോകത്തുള്ള മലയാളികളാണ്, നമ്മളുടെ അല്ല, എന്റെ അല്ല ഇത്. ഓക്കെ, അപ്പൊ ഗൂഗിൾ ഇതാണ്. സലീമേട്ടൻ ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ ഞാനത് വായിച്ചോളാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാത്തു വെച്ചിരിക്കുകയാണ്. സലീമേട്ടൻ ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കാൻ ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഹൗ ബാക്കി മറച്ചു വെച്ചിരിക്കുക. സലീമേട്ടൻ ഇതങ്ങ് പിടിച്ചങ്ങ് വലിച്ചാൽ മതി. ഇത് മാത്രം ആദ്യത്തത് ഇതിങ്ങനെ എടുത്ത് ഞാൻ എടുക്കട്ടെ. സലീമേട്ടന്റെ ചോദിച്ചേക്കുന്നത് How old is Salim Kumar? 54. എത്ര വയസ്സാണ് സലീമേട്ടൻ എന്നാണ് ചോദിച്ചത്. 54. അതെ. അപ്പം സലീമേട്ടൻ ഇനി അടുത്ത ബിബിന് ഞാനും വേണമെങ്കിൽ എടുത്തുതരാം സലീമേട്ടൻ. അപ്പൊ ബിബിനെ അടുത്ത എടുത്തോ. ഈ സലീം കുമാർ എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് അവാർഡിനെതിരാണോ സലീം കുമാർ? നോ അല്ല. ഞാനേ അത് ഈ കോമഡി അവാർഡ് ഇവിടെ പറഞ്ഞു. ശരിക്കും അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. കോമഡി അവാർഡിൻ്റെ MA ബേബി അന്ന് ഇവിടെ മിനിസ്റ്ററാണ്. അപ്പോൾ വീട്ടിൽ വന്നിരുന്നു MA ബേബി അന്ന്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഈ നല്ല നടൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപിക്കണ വേളയിൽ ഇവിടെ കോമഡി ചെയ്യുന്ന ആളുകളും നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പം അവരെ കൂടി ഒന്ന് പരിഗണിക്കണം എന്ന് ഞാൻ തന്നെ പറഞ്ഞാണ് അതെന്ന്. പുള്ളി അതൊരു സമയത്ത് അത് കോമഡിയൻ്റെ അവാർഡാക്കി അത് പ്രഖ്യാപിച്ചു. അപ്പോൾ പുള്ളി തെറ്റിദ്ധരിച്ചത് കോമഡി അവാർഡ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞെന്നുള്ള തെറ്റിദ്ധരിച്ചത് എനിക്ക് ഒരു വില തന്നത്. പുള്ളി അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ
അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ ഒരാൾക്ക് അവർ അവാർഡ് കിട്ടുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാനത് അന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞത് കൊമഡിയൻ്റെ അവാർഡ് കിട്ടട്ടെ, അതിനിപ്പോൾ എന്താണ്. അത് തെറ്റാണത്. കൊമഡിയൻ അവാർഡിന് വില്ലിന് കൊടുക്കണം, രൗദ്രത്തിന് കൊടുക്കണം, അത് തെറ്റ് തന്നെയാണത്. അങ്ങനെ എന്നെ തിരഞ്ഞെടുത്തു ഒരു വർഷം കൊമഡിയനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനിത് സ്വീകരിക്കുന്നുണ്ട്, കാരണം ഇത് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ പേരിലായിരിക്കാം ഈ അവാർഡിന് ഞാൻ സ്വീകരിക്കാതെ എന്ന് വെച്ചിട്ട് അത് സ്വീകരിച്ചു ഞാൻ. അതാണ് അവാർഡിന് ഞാൻ എതിരായിട്ട് ഇത് ചെയ്തതാണ്. പിന്നെ അവാർഡ് കമ്മിറ്റിക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ കമ്മിറ്റിക്കെതിരെയോ? അതിന് മാത്രമായിട്ടൊരു വക്കീലിനെ വെച്ചിട്ടുണ്ട്. അതെ 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 ആണ്. ഓക്കെ, അത് എൻ്റെ പണം കണ്ടില്ല എന്ന് കൊണ്ടാണ് ആ അത് സത്യമായിരുന്നത്. അത് ഇപ്പോഴും കേസിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് വിജയം. അത് വരും, എന്തെങ്കിലും വരും. ഞാൻ ചാവണേക്കുമ്പോ എന്തെങ്കിലും വിധി വരും. അല്ല ഏട്ടാ, ഈ കേസിന്റെ കാര്യം പറഞ്ഞു. പോലീസ് കേസ്, സ്റ്റേഷനിൽ എന്തെങ്കിലും കേസസ് ഉണ്ടോ വേറെ സലീമേട്ടന്? ഇല്ല. അങ്ങനത്തെ വഴക്കാളി അങ്ങനത്തെ ഒന്നും അല്ല. അങ്ങനെ പറഞ്ഞാ കേക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ സലീമേട്ടന്റെ അടുത്ത ചോദ്യമാണേ. എന്താ ചുമ്മാ പിന്നെ പരിപാടി ഇതും കൂടെ. അടുത്ത സലീമേട്ടാ, ഈ സലീം കുമാർ ആൻഡ് അക്ഷയ് കുമാർ റിലേറ്റഡ്? ഇല്ല. എന്താണ് അക്ഷയ് കുമാറിന്റെ പടം കാണാറും കൂടി ഇല്ല. ഞാൻ ആളറിയില്ല എത്ര പേരിന്. ഞാൻ ഹിന്ദി സിനിമയിൽ അപൂർവ ആൾക്കാരെ അറിയുള്ളൂ. അമിതാഭ് ബച്ചൻ, ഏത് പാതിരാത്രി എനിക്കറിയാം. ഷാരൂഖ് ഖാൻ, കഴിഞ്ഞ കച്ചവടം. അല്ല, ഇവര് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അക്ഷയ് കുമാറിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് റസ്തം എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അക്ഷയ് കുമാർ അറിയാം. ഇത് കഴിഞ്ഞിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും കറക്റ്റ് അല്ല. കുറച്ച് ദിവസം മറന്നു കഴിഞ്ഞാൽ ധാരാന്ന് ചോദിക്കും. അറിയാവുന്നത് നടിമാരെയോ? ഇത് ഇപ്പോഴത്തെ ഉള്ള നടിമാരെയോ? ഹിന്ദിയിലെ ഹേമമാലിനി. ഇപ്പോഴത്തെയോ? അവിടുന്ന് അവരിപ്പോഴും ഇല്ലേ? ഐശ്വര്യ. ഓക്കെ, വേറെ ദീപിക പദുക്കോൺ. പക്ഷെ അതൊക്കെ ഓർമ്മയെന്ന് വന്ന ആൾക്കാർ അങ്ങനെ. പിന്നെ മറ്റേ പുള്ളിക്കാരന്റെ ഭാര്യ ആലിയ ഭട്ട്. ആലിയ ഭട്ടൊന്നും അറിയില്ല എനിക്ക്. ആലിയ ഭട്ടൊന്നും അറിയില്ല. നാഷണൽ അവാർഡ് ആലിയ ഭട്ട് എനിക്കറിയില്ലെന്ന്. രൺബീർ കപൂറിന്റെ ഭാര്യ. രൺബീർ കപൂർ ആരാണപ്പാ? വല്ല കാര്യം ഞാൻ ഹിന്ദി സിനിമ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ആണോ? ഇല്ല, അപൂർവം എന്ന് വെച്ചാൽ ഇല്ല. സൽമാൻ ഖാൻ, ആകെയാണെങ്കിൽ സൽമാൻ ഖാൻ, മറ്റേ ഖാൻ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ. ഓക്കെ. വേറെ ഏതെങ്കിലും ഖാൻമാരെ? ഇല്ല, അത് വേറൊരു ഖാന്റെ ഭാര്യയല്ലേ? സൈഫ് അലി ഖാന്റെ ഭാര്യ കരീന കപൂർ. സൈഫ് അലി ഖാൻ അറിയില്ലേ? സൈഫ് അലി ഖാന്റെ കരീന കപൂറിനെ അവരെ അറിയാം. അപ്പൊ ഈ സലീം കുമാർ, അക്ഷയ് കുമാർ റിലേറ്റഡ്, നോ റിലേറ്റഡ്, ഒരു റിലേഷനും ഇല്ല. ആൾക്കാർ തെരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണേ. സലീം കുമാർ മാരിഡ്? ഇല്ല. അത് എന്തെങ്കിലും ഒരു സെക്കൻഡ് വൈകാന്ന് നോക്കിയാൽ ഉത്തരം പറയാം. ബാക്കിയൊക്കെ ലാഗടിച്ച് പറഞ്ഞ ആളാ. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ലോക മലയാളികളുടെ ഇതാണ്. എന്നെ കുറിച്ച് അന്വേഷിച്ചാണ്. കല്യാണം കഴിച്ചാണോ? പൊട്ടന്മാരന്മാര് അല്ല ഏട്ടാ, ഇപ്പൊ കല്യാണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അത് ഏതെങ്കിലും പെൺകുട്ടി ആയിരിക്കട്ടെ സെർച്ച് ചെയ്തേക്കുന്നത്. ഗൂഗിളിൽ ഒരാൾ അന്വേഷിച്ചാലും വരും. ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലേ? ആര് ടൈപ്പ് ചെയ്താലും വരും. സലീം കുമാർ എന്ന പേര് കൊടുത്ത് ടൈപ്പ് ചെയ്തതാ. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ട്. അടുത്തവർക്ക് പോട്ടെ, കല്യാണം കഴിച്ചിട്ടുണ്ട്. സലീം കുമാർ ആൻഡ് ദിലീപ് ആർ ഫ്രണ്ട്സ് ഓർ എനിമീസ്? ലാബി കൊടുത്ത് പരിശോധിക്കേണ്ട കേസാണത്. കൊറോണയുടെ ടെസ്റ്റ് ചെയ്യണത് നോക്കിയാണ്. മലയാളികളൊന്നും അല്ല, വെറുതെ ചുമ്മാ. ഇത് മലയാളികൾ തന്നെ, സംശയമില്ലാത്ത കാര്യം. എന്നാലും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ള? ആരോ തെരഞ്ഞെടുക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പണിക്ക് വന്ന ബംഗാളികളും മലയാളം പഠിച്ചതിന് ശേഷം എല്ലാവരും ടൈപ്പ് ചെയ്തായിരിക്കും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല.
ഞാൻ എന്താണ് എനിമീസ് ശത്രുത കാരണം വേണ്ടേ? അല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇവരുടെ ഒരു ഭയങ്കര റീൽ ഇപ്പം ഓടുന്നുണ്ട് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട്. ഏതാണ്? CID മൂസയില് സലീമേട്ടൻ എന്തോ 1-2 പറഞ്ഞ് ഞാൻ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞെന്ന്. ഇത്രേ ഉള്ളൂ. എന്തോ ക്യാപ്റ്റൻ രാജുവിന്റെ ക്യാരക്ടറും സലീമേട്ടന്റെ ക്യാരക്ടറും എന്തോ രണ്ടും ഭ്രാന്തന്മാരോ. അതൊരു ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. റീല് ഇറങ്ങി പോയി ഞാൻ പോകുന്നുണ്ട്, അല്ലാണ്ട് വേറെ തർക്കങ്ങളൊന്നും ഇല്ലാത്ത. അത് മതി. ഞാൻ പാലക്കാട് ഷൂട്ടിങ്ങിന് പോയി. അതൊക്കെ തന്നെ കാര്യം. അങ്ങനെ അത് അതിൽ ഒരു ശത്രുതൊന്നും ഇല്ലാത്ത. ദിലീപിന് ശത്രു തോന്നിട്ട് ഇറങ്ങി പോകുന്നതല്ലേ ഞാനും. അത് ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റൊരു ഭാഗമായിട്ട് ഉള്ള ഇറങ്ങിപ്പോക്കണ്ടല്ലോ. ഇങ്ങനെ ഈ ഫ്രണ്ട്സ് ആയിട്ട് അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്? പിന്നെ ഇല്ലാണ്ട്. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആരുമായിട്ടായിരിക്കും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈ ഗാങ്ങില്? സ്നേഹത്തിന്റെ പേരിലുള്ള അടികള് എല്ലാവരും ഉണ്ടാക്കും. പിന്നെ അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ അതാണല്ലോ അടിയുണ്ട്. അടി എന്ന് വെച്ചാല് വേദനിക്കാത്ത അടികൾ. എന്നാൽ ഒരു 3 AM ഫ്രണ്ട് എന്ന് പറഞ്ഞ ആരായിരിക്കും? അതായത് 3 മണിക്കും സലീമേട്ടന് ഫോൺ വിളിച്ചിട്ട് ആർക്കും വിളിക്കാം. അങ്ങനല്ല, സലീമേട്ടൻ വിളിക്കുന്ന ആരായിരിക്കും? 3 മണിക്കാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പൊന്നേ, അതല്ല ഞാൻ ചോദിച്ചത്. നമുക്കൊരു ഫ്രണ്ട് എന്നുള്ള നിലയിലേ നമ്മളൊരാളും നേരം വിളിച്ചാ പോലെ അതുവരെ കാത്തിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊന്നുമല്ലല്ലോ. പ്രണയത്താൽ അതെ, ഇത് ഒരുമാതിരി ഒരു വേദനയുള്ള സംഭവമാണ് ഈ സാധനം. അത് വേദന മുക്കുമ്പോഴുള്ള സംഭവമാണ് ഇത്. 3 മണിക്കൊരു പെണ്ണിനെ വിളിച്ചേൽപ്പിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു. ഹിമാലയ സാനുക്കളിലെ ഞാൻ പെണ്ണുങ്ങളെ കാര്യമല്ല പറഞ്ഞു. പെണ്ണുങ്ങളെ വിളിക്കാനല്ല, 3 മണിക്ക് വിളിക്കുന്ന ആണുങ്ങളോ. എന്തിനീ 3 മണിക്ക് ബാങ്ക് വിളിക്കാനുള്ളവർ 4 മണിക്ക് എണീക്കുള്ളൂ. 3 മണിക്ക് എന്തിനു ഒരു മനുഷ്യനെ വിളിച്ചേൽപ്പിക്കണം? വ്യക്തമായ കാരണം വേണം അതിന്. ഒന്നിനും അയാളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ മലന്നടിച്ച് ഉറങ്ങിക്കണമെന്ന് ഒരുത്തനോട് ഹലോ സുഖമാണെന്ന് മുകേഷ് ഏട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിക്ക് വിളിച്ചപ്പോ ഒക്കെ പ്രശ്നം. അതുപോലെ സലീമേട്ടൻ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? ആ സമയത്ത് വിളിക്കാം അവന്റെ അവസാനോട് ആണോ? പ്രശ്നം ഉണ്ടാക്കുവോ? പിന്നെ അല്ലാണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ടേ? അവൻ ഫ്രണ്ടാണോ? അവൻ അടിക്കണ്ടേ അവനാ? ഇത് പുള്ളിക്കാരത്തി ചോദിച്ചതിന്റെ ചോദ്യം ഫ്രണ്ട് വിളിച്ചാലല്ല, മുകേഷ് എണ്ണയൊക്കെ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി കഴിയുമ്പോ രാത്രി ഓരോ ആരാധകർ വിളിച്ച് ശല്യം ചെയ്യില്ലായിരുന്നു. ആ കാര്യം ചോദിച്ചു. അല്ല, ഫ്രണ്ട് വിളിച്ചാലും അത് തന്നെ പറയണം. ഫ്രണ്ട് വിളിച്ചാലും അത് തന്നെ പറയണം. ഞാൻ അത്തരത്തിൽപ്പെട്ട ആളാണ്. അല്ല, എന്നാലും ആരാധികമാരുമല്ല ഇപ്പം കാര്യമായിട്ടിരുന്ന് വിളിക്കുക. കാരണം സലീമേട്ടൻ ഒരുപാട് ഗേൾസ് ഫോളോയിങ് ഉള്ള ഒരാൾ കൂടിയായിരുന്നു സലീമേട്ടൻ. ഈ കോമഡി ചെയ്യുന്നവരോടൊരു പ്രത്യേക ഒരു ഇഷ്ടം സ്ത്രീകൾക്കുണ്ട്. ഞാനൊരു അകലം പറ്റിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ഥിരമായിട്ട് വിളിപ്പിക്കാൻ അനുവദിക്കാറില്ല. ഓക്കെ, ബന്ധം അവിടെ മുറിച്ച് കളയാ. സ്ഥിരം ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാര്യത്തിൽ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോ ദിലീപേട്ടനുമായിട്ടുള്ള ഫ്രണ്ട്സ് എനിമീസ് എന്നുള്ളതിൽ എങ്ങനെ ഉത്തരം പറയുന്നു സലീമേട്ടൻ? അത് ലാബിൽ കൊടുത്ത് അവർ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല അത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സലീം കുമാർസ് നെറ്റ് വർത്ത്. എന്താ പറയാണ്ട്? നെറ്റ് വർത്ത് എന്ന് പറയുമ്പോ മൊത്തത്തിലുള്ള സലീമേട്ടന്റെ ആസ്തി എന്താണ്? അതാണ്, അതെനിക്ക് മനസ്സിലായി. അതെന്താ പറയേണ്ടത്? ഇന്റർവ്യൂല് വന്നേക്കണത് എന്റെ സ്വത്ത് വിവരം ഞാൻ ഇലക്ഷൻ വെക്കട്ടെ. എന്നാലും ഒരു ഉദ്ദേശം, ഒരു അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എന്ത് ഒന്നുമില്ലെന്നേ. ഞെട്ട് വരിക ഒന്നുമില്ല എനിക്ക്. മണി മാനേജ്മെന്റ് ചെയ്യാറുണ്ടോ സലീമേട്ടൻ? അതായത് ഇത്രയും, കാരണം അത്രയും പടങ്ങൾ അഭിനയിച്ച ഒരാളാണ്. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ സാധാരണക്കാരനാണ്, സാധാരണ ഒരു കർഷകനാണ്. ഞാൻ ഒരു വീടുണ്ട്, എനിക്ക് സാമാന്യ ഭേദപ്പെട്ട ഒരു വീടുണ്ട്. നല്ല വീടാണ്. അതെ, ഒരു വീടുണ്ട്. അതിനുശേഷം ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഞാൻ വലിയ കോടീശ്വരനൊന്നുമല്ല. മണി വർത്ത് എന്നൊക്കെ പറഞ്ഞ അവിടെ എന്താണ് നെറ്റ് വർത്ത്, മണി നെറ്റ് വർത്ത് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് സംസാരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. സാധാരണ മനുഷ്യനാണ് ഞാൻ. ഓക്കെ, ഡൺ. അപ്പൊ അങ്ങനെ എഴുതാം. ആൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈപ്പ് ചെയ്തേക്കുന്നതാണ് കേട്ടോ സലീമേട്ടാ.
ഈ സലീം കുമാർ എ വില്ലൻ ഇൻ റിയൽ ലൈഫ്? വില്ലനാണോ അപ്പൊ നായകൻ? എന്നോട് അല്ല ചോദിക്കേണ്ടത്. എൻ്റെ വില്ലത്തരം കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്ന ആളുകളോടാണ് അവൻ വില്ലനാണോ നായകനാണോ ചോദിക്കേണ്ടത്, എന്നോടല്ല. ചോദിക്കണ്ട. ബിബിൻ റിയൽ ലൈഫിലെ ഹീറോ? അല്ല, എനിക്ക് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ പറഞ്ഞില്ലേ, എൻ്റെ ചേട്ടനെ പോലെ ഒരാളാണ്. എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ബൈബിളിലൊരു വാക്കുണ്ട്, ഹൃദയം പരിശോധിക്കുമ്പോൾ നല്ലവനായിരുന്നാൽ മതിയെന്ന്. ബാക്കി പുറമേ ഉള്ള കാര്യങ്ങളും കാട്ടായങ്ങളൊക്കെ അവസ്ഥകൾ കൊണ്ട് ആവാം. അപ്പം ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മളൊരു വണ്ടി വട്ടം ചാടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയാളോട് ചിലപ്പോൾ ചൂടാവില്ലേ, അത് നമ്മുടെ അവസ്ഥയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഹൃദയം പരിശോധിക്കുമ്പോൾ സലീമേട്ടൻ നല്ല ആളാണ്, ഹൃദയശുദ്ധിയുള്ള ആളാണ്. ആണ്. ഞാൻ പറഞ്ഞില്ലേ ബിബിൻ, എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ കല്യാണ വീഡിയോയിൽ ഞാൻ കരയുന്നുണ്ട്. ഈ താലി കെട്ടുന്ന സമയത്ത് ഞാൻ കരയുന്നുണ്ട്. വൈകുന്നേരം എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ കയറിയപ്പോൾ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് കോൾ എനിക്ക് സലീമേട്ടൻ്റെയാ. 3-4 വർഷമായി. അപ്പം കിട്ടിയിട്ട് എന്നെ പറഞ്ഞു, എടീ നീ കല്യാണം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞേട്ടാ കൊറോണയാണ്, ആരെയും വിളിക്കാൻ പറ്റില്ല. നീ കരയൊന്നും വേണ്ട, നന്നായിട്ട് ജീവിക്ക്, എന്നാ കെട്ടുന്നതിന്. കാരണം അപ്പം നമുക്ക് ഈ പറഞ്ഞ ഭയങ്കര ഫാദർലി അറ്റാച്ച്മെന്റാണ് നമുക്ക് സലീമേട്ടനോട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി എ റിയൽ ഹീറോ. സൂപ്പർ ഹീറോ. കല്യാണം കഴിഞ്ഞ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എത്ര നാളെ കല്യാണം കഴിച്ചിട്ട് ഇനി അതുകൊണ്ട് കാര്യമില്ല. ആ ഡോസേജ് മരുന്ന് ഒരു 3 മാസം മുമ്പെങ്കിലും എടുത്തിരിക്കണം. ഞാൻ തന്നെ ഡോസേജ് അല്ല, നീ 3 മാസം മുമ്പ് എടുത്ത്. എനിക്ക് മറ്റേ പോളിയോ കുത്തുവെച്ചപ്പോഴേ കിട്ടി. അതെ, ചുമ്മാ സിംപ്ലി. എന്തായാലും ബിബിൻ ഒത്തിരി താങ്ക്സ് നമ്മൾ അറിയിക്കുകയാണ്. കാരണം സലീമേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എത്ര പേരാണ് ഇങ്ങനെ ഓടിയെത്തുന്നത്. ആ ഒരു സ്നേഹമാണ് കേട്ടോ നമ്മളിവിടെ. കാറൊന്നും കൊടുത്തില്ലേ, വരാൻ കാറൊന്നും കൊടുത്തില്ല നിങ്ങള്? ഏതേട്ടാ, തന്നെ വന്നോളാന്ന് പറഞ്ഞിട്ടാ. സലീമേട്ടാണെങ്കിൽ 1 രൂപ പോലും ഞങ്ങൾ ആരും ഇവർക്ക് കൊടുത്തിട്ടില്ല. അത്ര സ്നേഹം, ഉള്ളി സ്നേഹം, എന്റെ അകമഴിഞ്ഞ സ്നേഹം. ശരിക്കും സലീമ എന്താണ് ഹെഡിങ്? എന്ന് സ്വന്തം സലീം കുമാർ. അങ്ങനൊന്നുമില്ല, എനിക്ക് തോന്നിയപ്പോ അതൊക്കെ എടുക്കട്ടെ, എന്ന് സ്വന്തം സലീം കുമാർ. പേരെങ്ങനെയുണ്ട് ഏട്ടാ? നമ്മൾ കത്തിലൊക്കെ എഴുതുന്ന പോലെ എന്ന് സ്വന്തം സലീം. നല്ല പുതുമയുണ്ട്. ഇതൊരു വരാത്തതിന്റെ പേരിൽ ഭയങ്കര ഫ്രഷാ. ബിബിൻ ഒരു വലിയ കൈയടി കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ സലീമേട്ടാ ഓക്കെടാ, താങ്ക്സ് എടാ. കുപ്പി വിളക്കിലൊക്കെ വള കിട്ടി. നീ പയ്യെ ഒന്ന് കണ്ണുവർ നോക്കിയേട്ടാ. ആരാ ഇത്? ഞങ്ങളുടെ ചാക്കോച്ചന്റെ ഇവന്റിലൊക്കെ വന്ന് ചാക്കോച്ചനൊക്കെ ഭയങ്കര ആട്ടലൊക്കെ ആയിരുന്നു. എന്നെ ആട്ടൂലേച്ചി. ആണോ? ഞാനും ആട്ടും. ചേട്ടന്റെ ചിരിയൊക്കെ ചേട്ടൻ